കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി ജമാഅത്ത് കൗൺസിൽ. കേരളത്തിൽ 23 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ജമാഅത്ത് കൗൺസിലുമായി സഹകരിക്കുന്ന മുൻ മന്ത്രിമാർക്കും MLA-മാർക്കും പിന്തുണ കൊടുക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി മണ്ഡലങ്ങളിൽ ഇറങ്ങി പ്രവർത്തനം നടത്താനും ജമാഅത്ത് കൗൺസിൽ തീരുമാനമെടുത്തു. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന ജമാഅത്ത് കൗൺസിലിന്റെ എല്ലാ പരിപാടികളിലും പിന്തുണ അറിയിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന 5 സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. കോവളത്ത് M. വിൻസെന്റ്, അരുവിക്കര VS ശിവകുമാർ, നേമം V. ശിവൻകുട്ടി, നെടുമങ്ങാട് GR അനിൽ, നെയ്യാറ്റിങ്കര K. ആൻസൺ തുടങ്ങിയവരെ പിന്തുണയ്ക്കാനാണ് ജമാഅത്ത് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും DMK സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്ന ജമാഅത്ത് കൗൺസിലുമായി സഹകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം വിജയിയുടെ പാർട്ടിയായ TVK മത്സരിക്കുന്ന സ്ഥലത്ത് ജമാഅത്ത് കൗൺസിലുമായി ബന്ധമുള്ളവർക്ക് പിന്തുണ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 3 സ്റ്റേറ്റുകളിലെയും മറ്റു മണ്ഡലങ്ങളിൽ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് കൗൺസിൽ സുപ്രീം ചെയർമാൻ ഡോക്ടർ A. അഷ്റഫ്, സംഘടനാ തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻ ചെയർമാൻ J. ഷഹീർ മാസ്റ്റർ, സംഘടനാ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ N. ഷംസുദ്ദീൻ ഹാജി, സംഘടനാ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ സുജാദ് എന്നിവർ പങ്കെടുത്തു. നമ്മളുടെ ഈ സംഘടനയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ നമ്മൾ 5 ജനപ്രതിനിധികളെയാണ് നാം അനുകൂലിച്ചുകൊണ്ട് തന്നെ നാം മുന്നിൽ വരുന്നുണ്ട്. അതായത് കൂടാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ മനസാക്ഷിയൊപ്പം വോട്ട് രേഖപ്പെടുത്താനും, അതുപോലെ തന്നെ ചെന്നൈയിലും പുതുച്ചേരിയിലും നാം DMK സഖ്യത്തിലുള്ള സഖ്യവുമായിട്ട് അതിനെ അനുകൂലിച്ചതിനൊപ്പം കൂടാതെ TVKയുടെ ഭാഗമായിട്ട് ഒത്തിരി നേതാക്കന്മാർ നമ്മളുടെ ചെന്നൈയിൽ തന്നെ നമ്മളുടെ മെമ്പർമാരായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഘടനയിൽ നമ്മളെ കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന TVK ഇടയ്ക്ക് വേണ്ടിയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നാം മുന്നേറിൽ വരുന്നുണ്ട്. അത് കേരളത്തിൽ തന്നെ നമ്മളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ കോവളം മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി M. വിൻസെൻ്റ് അവർകളെയും, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര നിയമസഭ മണ്ഡലത്തിൽ തന്നെ നമ്മളുടെ ശ്രീ ആൻസലൻ സഹാവിനെയും, അതുപോലെ തന്നെ നേമത്ത് മുൻ മന്ത്രി V. ശിവൻകുട്ടി സഹാവിനെയും, നെടുമങ്ങാട് നമ്മൾ മുൻ മന്ത്രി അനിൽ സഹാവിനെയും, കൂടാതെ അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ, ഈ 5 പേരെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സംഘടന ആദരിച്ചുകൊണ്ട് അവർക്കും അത് പിന്തുണ നൽകിക്കൊണ്ട് പോകുന്നതും. ബാക്കി